ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നുവെന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഈ വചനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും ഈ ദിനങ്ങളിൽ നിറവേറ്റുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. പരിശുദ്ധ കത്തോലിക്ക സഭ എത്രയോ തവണ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നേർവഴി കാണിച്ചു കൊടുത്തു. പക്ഷെ കർത്താവിന്റെ ഇന്നും ജീവിക്കുന്ന മൗതിക ശരീരമായ സഭ ഈ അതിരൂപതയ്ക്ക് നൽകിയ ഇടയന്മാരെയെല്ലാം പുറംകാലുകൊണ്ട് തൊഴിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രാദേശികവാദം വല്ലാതെ തലയ്ക്ക് പിടിച്ച് അത് മുഴുഭ്രാന്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കത്തോലിക്ക സഭ ഇവരെ റിബല്ലുകൾ, വിഘടനവാദികൾ, കൾട്ട് സഭ എന്നൊക്കെ മുദ്രണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്തൊരു ദൗർഭാഗ്യമാണിത്! വരുത്തിവെച്ച വലിയ വിന. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുതെന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 2 വർഷം മുമ്പ് ഈ അതിരൂപതയ്ക്ക് വ്യക്തിപരമായ ഒരു കത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇപ്പോൾ ആ കൊടുങ്കാറ്റ് ഈ അതിരൂപതയെ ഒന്നാകെ വേരോടെ പിഴുതുമാറ്റി. അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമാക്കപ്പെടുന്ന വിധത്തിൽ പിശാച് ഇവരെ വല്ലാതെ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിൽ ലൂസിഫറിന്റെ കരാളഹസ്തങ്ങൾ ഇവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഇവരുടെ പേര് മായ്ച്ചു കളയുവാൻ ഇവർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിമത വൈദികരെ, ഇനിയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആത്മായ വിശ്വാസികളെ, നിങ്ങളുടെ തലയിൽ ഇപ്പോഴും ലൈറ്റ് കത്തിയിട്ടില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശദീകരിക്കപ്പെടട്ടെ എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ കാണപ്പെട്ട വികാരിയായ മാർപ്പാപ്പ ഉൾപ്പെടെ സഭയെല്ലാം പറഞ്ഞു തന്നതിനു ശേഷവും അസത്യത്തെ സ്നേഹിച്ച് അനീതി പ്രവർത്തിച്ച് സഭയ്ക്കെതിരെ തുടരാനാണ് ഭാവമെങ്കിൽ അത് തുടർന്നുകൊള്ളുക. ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് തന്നെയാണല്ലോ ഈ വചനം പറയുന്നത്. എന്നാൽ സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം നിലയുറപ്പിച്ച് മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ദൗത്യം തുടർന്ന് കൂടുതൽ വിശദീകരിക്കപ്പെട്ട് വിശുദ്ധിയിലേക്ക് നീങ്ങട്ടെ എന്നുമാണല്ലോ വചനം പറയുന്നത്. മാർപ്പാപ്പയും കർത്താവിന്റെ സഭയും നിരന്തരമായി സംസാരിച്ചിട്ടും താക്കീത് ചെയ്തിട്ടും തിരിച്ചു വരാൻ ധാരാളം അവസരങ്ങൾ നൽകിയിട്ടും തള്ളക്കോഴിയാകുന്ന സഭയുടെ ചിറകിൽ നിന്നും സ്വയം വിട്ടുമാറി നാശത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും വിശ്വാസികൾക്കും സഭയുടെ വലിയ ദണ്ഡനം ഇതാ വരുവാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് മാർപ്പാപ്പ നൽകിയിട്ടുള്ള സന്ദേശം ഈ അതിരൂപതയെ അനിശ്ചിതകാലത്തേക്ക് സപ്രസ് ചെയ്യുന്നുവെന്നാണ് കേൾക്കുന്നത്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപത ഒരു കലാപ രൂപതയായി മാറിയിരിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് തന്നെ ആഗോളതലത്തിൽ വലിയ ക്ഷീണമാണ് ഈ അതിരൂപത കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഭയുടെ ആദ്യത്തെ കർദിനാളായി വാഴിക്കപ്പെട്ട പാറേക്കാട്ടിൽ തിരുമേനി മുതൽ ഈ സമയം വരെയുള്ള പിതാക്കന്മാർ എല്ലാവരും തന്നെ അനുഭവിച്ചിട്ടുള്ള ഗതികേടുകൾക്ക് കയ്യും കണക്കുമില്ല. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ: ഇവരുടെ താൻ പോരുമയും പ്രാദേശികവാദവും വിവരക്കേടും തന്നെ. ഒന്നായി നിന്നിരുന്ന മാർ തോമസ് ലീഹയുടെ മക്കളെ പല കക്ഷണങ്ങളാക്കിയ പറങ്കികളുടെ ആരാധനക്രമത്തോടുള്ള അതിരു കവിഞ്ഞ മോഹം, പറങ്കികളുടെ ആരാധനക്രമം പൗരസ്ത്യ ആരാധനക്രമത്തിന്റെ മുകളിൽ വെക്കുവാനുള്ള ഇവരുടെ തന്ത്രപ്പാട്, ഇതെല്ലാമാണ് ഇവരെ കാണാക്കയത്തിലേക്ക് ഇപ്പോൾ വീഴിക്കുന്നത്. സ്വന്തം അമ്മയെ തെറി പറഞ്ഞ് അയൽപ്പക്കത്തെ അമ്മയെ പുകഴ്ത്തുന്ന സംസ്കാരമാണ് ഇവർക്കുള്ളത്. കത്തോലിക്ക സഭയ്ക്ക് മുകളിൽ കയറി സഭയുടെ സ്വത്തായ ലിറ്റർജിയിൽ പോലും മാറ്റങ്ങൾ വരുത്തി ഭാരതപൂജ ഉൾപ്പെടെ നടത്തി വരുന്ന ചരിത്രമാണ് ഇവർക്കുള്ളത്. എന്നിട്ട് ഇവർ എന്ത് നേടി? പരിശുദ്ധ സിംഹാസനം പുറപ്പെടുവിച്ച പല കത്തുകളും പൂഴ്ത്തിവെച്ച് സഭയെ തന്നെ ധിക്കരിച്ച പാറേക്കാട്ടിലിനെ വിളിച്ചു വരുത്തി രാജി എഴുതിപ്പിച്ച് പറഞ്ഞു വിട്ടു. നാണം കെട്ട് അദ്ദേഹം രാജിവെച്ചു. അവിടെ മുതൽ തുടങ്ങുന്നു ഈ അതിരൂപതയുടെ നാണം കെട്ട കളികൾ. ഏറ്റവും അവസാനത്തെ ഉദാഹരണം കരിയലിന്റെ രാജി എഴുതിപ്പിച്ച് പറഞ്ഞുവിട്ട സംഭവമാണ്. പിന്നീട് വന്ന അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്ത് മെത്രോപൊലീത്ത എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വരുത്തി സ്ഥാനം കാലിയാക്കി. പിന്നീട് ഏതൊക്കെയോ കളികളുടെ ഭാഗമായി ഇപ്പോൾ വിമതരോടൊപ്പം സഞ്ചരിക്കുന്ന മാർബോസ്കോ പുത്തൂരിനും ചിന്തയിലുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്: എങ്ങനെയെങ്കിലും രാജിവെച്ച് പോകുക. ഫെബ്രുവരി 25-ന് റോമിലേക്ക് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും പൗരസ്ത്യ സംഘവും പേപ്പൽ ഡെലിഗേറ്റ് ആയ ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിലും ഒന്നിച്ചിരുന്ന് മേജർ ആർച്ച് ബിഷപ്പിനോടും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർബോസ്കോ പുത്തൂരിനോടും പറയാനിരിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് എന്നാണ് ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വലിയ നോമ്പിന്റെ കാലത്ത് തന്നെ ഏകീകൃത കുർബാന എല്ലാ ഇടവകകളിലും നടപ്പിൽ വരുത്തുക. നിശ്ചിത തീയതിക്കുള്ളിൽ ഏകീകൃത ബലി അർപ്പിക്കുന്നില്ലെങ്കിൽ ഒരു നിശ്ചിത തീയതി മുതൽ ഈ അതിരൂപത സപ്രസ് ചെയ്യപ്പെടും. ഈ അതിരൂപത ഇല്ലാതാകും.
വൈദികർക്ക് കൂദാശ വിലക്കുണ്ടാകും. ഈ അതിരൂപതയിൽ സപ്രസ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ എല്ലാ കൂദാശകളും ഇൻവാലിഡായി മാറും. കത്തോലിക്ക സഭയിലെ ഒരു സഭയുമായും ഈ അതിരൂപതയിൽപ്പെട്ടവർക്ക് കൂദാശപരമായി ബന്ധപ്പെടാൻ സാധിക്കാതെ വരികയും വിവാഹം ഉൾപ്പെടെയുള്ള കൂദാശകൾക്ക് വിലക്കുകൾ ഉണ്ടാകുകയും ചെയ്യും. എറണാകുളത്തുള്ള ലത്തീൻ സഭയിലോ മലങ്കര സഭയിലോ ഉള്ള ദേവാലയങ്ങളിൽ പോലും കൂദാശകൾ സ്വീകരിക്കുന്നതിന് പരിശുദ്ധ സിംഹാസനത്തിന് വിലക്കുണ്ടാകും. വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാമെങ്കിലും കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ല. കള്ളത്തരത്തിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അതിന്റെ ദൗർഭാഗ്യം എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ സഭയോടൊപ്പം സഞ്ചരിക്കുന്നവർക്ക് അതിരൂപത സപ്രസ് ചെയ്യപ്പെട്ടാലും ബദൽ സംവിധാനങ്ങൾ പരിശുദ്ധ സിംഹാസനം ഒരുക്കുകയും ചെയ്യും. 2023 ഡിസംബർ 7 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തിമമായ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിന്റെ മുകളിൽ യാതൊരു ചർച്ചയോ സമവായമോ മറ്റൊരു തീരുമാനമോ ഉണ്ടാകില്ല. 2000 വർഷത്തെ സഭയുടെ ചരിത്രം അതാണ്.